+2 എക്സാം ഇപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്നു, SSLC എക്സാം നടക്കാൻ പോകുന്നു. കുട്ടികളെ പേടിയാ രക്ഷിതാക്കൾക്ക് വിടാൻ. അപ്പോൾ നിങ്ങൾ കൊണ്ടുവിടുമ്പോൾ കുറച്ച് ആലോചിച്ചിട്ടല്ലേ വിടണ്ടേ? ജനമേഖല ഉള്ള സ്ഥലമാണോ? ഇപ്പോൾ നമ്മളെ മക്കളെ സുരക്ഷിതരാക്കി നോക്കാനല്ലേ നമ്മൾ ഇപ്പോൾ കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർ വിടുമോ? പേരൻസ് വിടുന്നില്ല സ്കൂളിലേക്ക്. നിങ്ങൾ ടീച്ചേഴ്സായിട്ടോ അല്ലെങ്കിൽ സ്കൂളായിട്ടോ ബന്ധപ്പെട്ട് നിങ്ങൾ ഒന്ന് അവർക്ക് അവയർനെസ് ക്ലാസ് കൊടുത്തു നോക്കി, ചോദിച്ചു നോക്കി. മൂലയാർക്ക് 4 സ്കൂളുണ്ട്. കാട്ടിൻ്റെ ഉള്ളിലാണ് സ്കൂൾ. അതുപോലെ കാട്ടിൻ്റെ ഉള്ളിലെ സ്കൂൾ. എല്ലാ സ്കൂളിലും ഞങ്ങൾ പോയിട്ട് സ്റ്റാഫിന് പോയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. മെയിൻ എക്സാം സെന്റർ നമ്മൾ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നമ്മളെ ഭാവിയല്ലേ. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു വിദ്യാർത്ഥികളെ വിളിച്ചിട്ട് പിന്നെ ചെറിയ വീഡിയോ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി റീച്ച് Who can give the guarantee? Who can give? Can you give 100% guarantee to life? ലൈഫിൽ ആർക്കും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. This is the arrogance. This is the arrogance. നമ്മളെ ഡൗട്ട് ഇതന്നെ അല്ല ബിഡ്ബോർ വിചാരിച്ചല്ല നിಮಗೆ ആരെന്ത് വേണ്ടി നിങ്ങൾ പിടിച്ചത്? ഇതിനെന്ത് വേണ്ടി പിടിച്ചത്? സാറേ ഞങ്ങൾ വയനാട്ടിൽ കൊണ്ട് വിടുന്നതല്ലേ പറഞ്ഞത്, അല്ലെന്ന് പറയാൻ പറ്റുമോ? വയനാട്ടിൽ കൊണ്ട് ഞങ്ങൾ ഈ വണ്ടിയുടെ ഇത് സ്ഥിരം പണിയാന്ന് നമ്മൾ അറിയുന്നില്ല. ഇത് രാത്രി വണ്ടി ബാക്കിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. സാർ കളത്തോറിൽ പിടിക്കാനുള്ള കാരണം എന്തുകൊണ്ട്? ഇതാണോ വയനാട്? നിങ്ങൾ വയനാട് ഇതാണോ? കുളത്തൂർന്ന് പിടിച്ചത് ഇത് വയനാടോ? കൊളത്തൂർ പിടിച്ചത് എന്തുകൊണ്ടാണ് പറഞ്ഞില്ല? 15ഓളം പ്രാവശ്യം പട്ടിയെ പിടിച്ചിട്ടുണ്ട്. രാത്രിക്ക് ടൗണിൽ പോകണം, നടന്നു പോകുന്ന ആൾക്കാരൊന്നും കാണുന്ന സാധാരണ ജനങ്ങള് കാറിൽ പോകുന്ന ആൾക്കാർക്ക് പേടിയില്ല. ഡോക്ടർ നോക്കിയിട്ടുണ്ടോ? അത് കെട്ടിയത് അതല്ലാണത്, അത് വീണത്, അത് വീണത്. ഞാൻ ശാന്തമായിട്ട് 43 years ആയി ഞാൻ ഡോക്ടർ ആയിട്ടുണ്ട്. എനിക്കൊന്നും ഒരു ടെൻഷൻ ഇല്ല. ഈ ഫോട്ടോ ഉണ്ടായിരുന്നു. ഒരു പ്രശ്നം 15 പ്രാവശ്യം നായി പിടിച്ചാല് ക്യാമറ വെക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ എടുത്താണ് ഞാൻ ആരെടുത്താ പറയുന്നത്? നിങ്ങൾ പറഞ്ഞു 15 പ്രാവശ്യം പട്ടിയെ പിടിച്ചവന്ന് നിങ്ങൾ ക്യാമറ വെച്ചു, കൂട് വെച്ചു, മത്തത് പറിച്ചത്. അപ്പൊ ഇപ്പൊ ഉള്ള ഗൈഡ് ലൈൻസ് ഫോറസ്റ്റിൽ നിന്ന് എത്ര കിലോമീറ്റർ ബഫർ സോൺ അത് പറയാൻ പറ്റും. അപ്പൊ ബഫർ സോണിൽ പട്ടി പിടിച്ചാൽ ഞമ്മക്കറിയില്ല പറയുന്നത്. അത് പറയോ ഫസ്റ്റ് പറയൂ. അതായത് ആ ജീവിക്കുന്ന ഏറ്റവും അടുത്തുള്ള അതിന്റെ ആവാസ വിസ്താരം കിലോമീറ്റർ ഒന്നും അതിൽ പറയുന്നില്ല. ഏറ്റവും അടുത്തുള്ള ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ കർണാടകയിലെ പ്രശ്നങ്ങളാണ്. കർണാടകയിൽ അപ്പൊ നമ്മൾ അതാണ് വിസ്തൃതമായിട്ടുള്ള. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഓൾ ഇന്ത്യ ചിന്തിക്കൂ. അപ്പൊ കർണാടക എന്തിനു വരുന്നില്ല? ഞാൻ പറയുന്നത് ഫോറസ്റ്റ് എയർ ഡിസ്റ്റൻസ് 1.6 കിലോമീറ്റർ. അപ്പൊ നാളെ ഇവിടെ പട്ടി പിടിച്ചാൽ നിങ്ങൾ പറയൂ 1.6 കിലോമീറ്റർ ബഫർ സോൺ ആണ്. 10 കിലോമീറ്റർ അപ്പുറം പട്ടി പിടിച്ചാൽ പറയൂ ഞാൻ ക്യാമറ വെക്കാൻ പറയൂ. അപ്പൊ ഞമ്മ എവിടെ പോകണം? ഞാൻ പറഞ്ഞ നിങ്ങൾ ഈ പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഇതുപോലെ ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ ആളുകൾ കണ്ടു കഴിഞ്ഞാലോ പട്ടിയെ പിടിക്കുന്ന അത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതാ. പട്ടിയെ പിടിക്കുന്നതോ ആടി പിടിക്കുന്ന സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പറഞ്ഞില്ല ക്യാമറ വെച്ച് പിടിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബഫർ സോൺ ഇല്ല, നമുക്ക് ബഫർ സോൺ ഒന്നും ബഫർ സോൺ ഒന്നുമില്ല. നമുക്ക്
വന്യജീവി സങ്കേതത്തിന് ബഫർ സോൺ ഉള്ളൂ. Can we trust you on this? Yes, there is no buffer zone in നാഷണൽ പാർക്കിനും വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കും ചുറ്റുമേ ഇപ്പം ബഫർ സോണിന്റെ പ്രശ്നം. ഞാൻ പഠിച്ചിട്ടല്ലേ സാറേ ഗൈഡ്ലൈൻസ്? Yes, yes, yes. ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട്. ഇനിയൊന്ന് സാറേ, ഇനിയൊരു ക്വസ്റ്റ്യൻ. നിങ്ങൾ പറയുന്ന ടൈഗറും ഞമ്മ പറയുന്ന പുലി, ഞമ്മ പറയുന്ന ചിരത്തെ രണ്ടും, അതാണ് നിങ്ങൾ പറയുമ്പോൾ ആൾക്കാർ കൺഫ്യൂഷൻ. അതിരിക്കട്ടെ സൈഡിൽ. മലയാളത്തിൽ പുള്ളിപ്പുലി എന്ന് പറയും. പുള്ളിപ്പുലി അതാണ് ലെപ്പേഡ്. ടൈഗർ എന്ന് പറയുന്ന സാധനം കടുവ. ഞമ്മക്ക് ടൈഗർ പുലിയാണോ, നിങ്ങൾക്ക് പുലി ലെപ്പേർഡാ മലയാളത്തിൽ? അതാണ് കൺഫ്യൂഷൻ. ക്ലിയർ ആയല്ലോ? ഇനിയൊന്ന് സാറേ, ഈ ക്യാമ്പ് ഫയർ ചെയ്താൽ ഇത് ഓടുമല്ലോ, അപ്പൊ ഞമ്മ ക്യാമ്പ് ഫയർ ചെയ്യല്ലോ. കാട് കത്താൻ നോക്കണം. ഫയർ സീസൺ ആയതുകൊണ്ട് ഫോറസ്റ്റില് കുറച്ച് റോഡ് റിപ്പയർ ആക്കണമെന്ന് പറഞ്ഞതിന് കള്ളക്കടത്ത് കൂടുമെന്ന് പറഞ്ഞ TF ആണ് ഈ സാർ. ഹലോ പ്ലീസ് നിങ്ങൾ അതൊന്നില്ല സാർ, എന്റെ അടുത്ത് കത്തുണ്ട് സാർ, നമ്മുടെ മെമ്പർ കൊടുത്തത്. നിങ്ങൾ കൊടുത്ത ലെറ്റർ ഉണ്ട് സാർ, നമ്മ ഇത് കള്ള പറയുന്ന പബ്ലിക്കിന് വേണ്ടി നമുക്ക് വേണ്ടിയില്ലല്ലോ. ഇപ്പൊ MDME ഇഷ്ടം പോലെ കടക്കുന്നത് ഇന്റർ സ്റ്റേറ്റ് ബൗണ്ടറി വഴിയല്ലേ. വാണിനഗരം നിങ്ങളുടെ ഓഫീസ് പിടിച്ചിട്ടില്ല, വെറുതെ നിങ്ങൾ മറ്റൊരു വിഷയത്തിൽ കൊടുക്കും. ഇപ്പോൾ ഒരുപാട് റോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, കൊടുക്കാത്തുണ്ട്. അതൊക്കെ അങ്ങനെ പറയാം. ഈ റോഡ് ഡെവലപ്പ് ആയാലും ഇങ്ങനത്തെ ആ വണ്ടി രാത്രി പകല് നമ്മളെ വണ്ടിയും നിങ്ങളെ വണ്ടിയും പോകുമ്പോ ഈ പുലി അങ്ങോട്ട് പോവും, നാട്ടിലേക്ക് ഇറങ്ങൂല. അതെന്ത് നിങ്ങൾ ചിന്തിക്കുന്നില്ല? സോളാർ ലൈറ്റ് ഇടി സാർ അവിടെ. പന്നി കുറവ് വരുന്ന കുറവ്, ആന വരുന്ന കുറവ്, വൈൽഡ് ബഫലോ വരുന്ന കുറവ്. ഇത് ഞമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഞമ്മ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് അതെല്ലാം ഒന്നും വേണ്ട. അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ഗൈഡ്ലൈൻസ് ഉണ്ട്, അതിൽ റോഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊന്നും ഇല്ലല്ലോ സാർ. അങ്ങനെയില്ല. റോഡുകൾ ഒരുപാടുണ്ട് നമുക്ക് അസോസിയേറ്റ് കൊടുത്തിട്ടുണ്ട്. 12 റോഡുകൾ കൊടുത്തിട്ടുണ്ട്. ഈ റോഡ് വികസനവും നമ്മുടെ പ്രശ്നങ്ങൾ രണ്ട് എതിരാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. വനം വിഘടിക്കപ്പെടുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുന്നത്. അതുകൊണ്ടല്ല ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ആനത്താരകളായിരുന്നു. ഇപ്പൊ ബന്ദിപ്പൂരായാലും പിന്നെ വയനാടായിരുന്നാലും അതുപോലെ നിലമ്പൂർ ഊട്ടി റോഡൊക്കെ കണ്ടത്തെ ആനത്താരകളാണ്. റോഡുകൾ കൂടുന്ന പ്രശ്നം എനിവേ നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നം പഞ്ചായത്ത് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരിഗണിക്കാൻ ഞാൻ പറഞ്ഞു. ബ്രിട്ടീഷ് ഇപ്പോഴത്തെ ജവഹർലാൽ നെഹ്റു മറ്റേ ആരോ മറ്റേ ആൾക്കാരല്ല, ബ്രിട്ടീഷ് UK-ൽ നിന്ന് ഓർഡർ ആയിട്ടുണ്ട് ഇവിടെ റോഡ്. ഞാൻ രജിസ്റ്റർ ലെറ്റർ ആക്കിയില്ല, കിട്ടിയില്ലെന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ? ഫോറസ്റ്റ് വിട്ടിട്ട്